ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുള്ള മഹാഭാഗ്യം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യാണ്. ഇന്നത്തെ മോർണിംഗ് മനയുടെ വിഷയം നമുക്ക് നൽകി തന്നിരിക്കുന്നത് നിങ്ങളുടെ വരങ്ങള് കണ്ടെത്തുക എന്നുള്ളതാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യ പ്രകാരം പറയുന്നു, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ അനേക കാര്യങ്ങളെ കേൾക്കും, അനേക കാര്യങ്ങളെ കാണുവാനിടയായി തീരും, എന്നാൽ അനേക വാക്കുകൾ കേൾക്കുവാനിടയായി തീരും. എന്നാൽ ഏത് കാര്യം കാണുന്നതാണെങ്കിലും കേൾക്കുന്നതാണെങ്കിലും അവന്റെ ജീവിതത്തില് അവൻ അതിൽ നല്ല വശങ്ങളെ തൻ്റെ ജീവിതത്തിലേക്ക് പ്രാബല്യത്തിൽ വരുത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ളവരാണ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരെ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം. അപ്പൊ മുറുകെ പിടിക്കേണ്ടത് നല്ലതിനെയാണ്. ബാക്കിയുള്ള സകല കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പിടിക്കേണ്ട കാര്യമില്ല, അപ്പോൾ അത് മാറിപ്പോകാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തില് നമുക്ക് നല്ലതിനെ കണ്ടെത്തുകയും നല്ലതിനെ മുറുകെ പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രഭാതത്തില് നമ്മെ ചിന്തിക്കുവാൻ തക്കവണ്ണം നൽകി തന്നിരിക്കുന്നതായ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ആത്മീയ വരങ്ങള്, ആത്മീയ ദാനങ്ങള് അതൊക്കെയും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കാം. ചില ആൾക്കാർക്ക് നല്ല മനോഹരമായ പാട്ടുകൾ പാടുവാനുള്ള ആത്മീയ വരങ്ങൾ ദൈവം നൽകി കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് അനേകരോട് പ്രാർത്ഥിക്കുവാനുള്ളതായ പ്രത്യേകമായ വരങ്ങൾ കൊടുക്കും. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യേകമായ കഴിവ്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യേകമായ കഴിവ്, പ്രസംഗിക്കുവാനുള്ളതായ പ്രത്യേകമായ കഴിവ്, അങ്ങനെ വിവിധ കഴിവുകളെ നമ്മൾ ചിന്തിക്കുമ്പോൾ അനേക കഴിവുകള് ഓരോ വ്യക്തികൾക്കും സ്വർഗത്തിലെ ദൈവം ദാനമായിട്ട് വരങ്ങളെ ദൈവം നമുക്ക് നൽകി തരികയാണ്. അപ്പോൾ ഇതിനെ ശോഭിപ്പിച്ചുകൊണ്ട് ദൈവം തന്നതായ ഈ കഴിവുകൾ ഏതാണ് ഓരോ വ്യക്തികൾക്കും നൽകി തന്നത്, അത് പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ധന്യനായ വിശുദ്ധ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ വണ്ണം, ഈ ലോകത്തിന്റെ ഒഴുക്കിനൊത്തവണ്ണം പോകാതെ വണ്ണം നാം ഓരോരുത്തരും നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതായ ഒരു അനുഭവമാണ് ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓരോ നിമിഷവും ഈ ലോകത്തിന് അനുരൂപമായി പോകാതെ നമ്മുടെ ജീവിതത്തിൻ്റെതായ രീതികള്, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെയും ഈ ലോകത്തിന് ഇഷ്ടത്തിനൊത്തവണ്ണം ഒഴുകുവാനല്ല, മറിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് പലതിൽ നിന്നും നാം വിട്ടു നിന്നുകൊണ്ട്, പല സംസാരങ്ങളിൽ നിന്നും പല പ്രവർത്തനങ്ങളിൽ നിന്നും നാം വിട്ടു നിന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് ആയിരിക്കുന്നത്. അതിനെ വിശുദ്ധ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തി, ഈ ലോകത്തിലുള്ളതായ സകല കാര്യങ്ങളും നമ്മെ വിട്ടുപോകും. ഇതിലുള്ള സന്തോഷങ്ങളൊക്കെയും അല്പസമയത്തേക്കുള്ള, നമ്മൾ ഒരുപക്ഷെ ക്രിക്കറ്റ് കളിയിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അത് കണ്ടിരിക്കുന്നതിൽ വളരെ താല്പര്യമുള്ളവർ, ചിലർക്ക് TV കാണുന്നതിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ ഒക്കെയും ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഫുട്ബോൾ ആയിരിക്കാം. എന്നാൽ ഈ ലോകത്തിന് നമ്മൾ ഒരു കാര്യവും നമ്മളെ ഒരു അടിമകളാക്കി വെക്കുവാൻ സാധിക്കരുത്. അതാണ് ഇവിടെ ധന്യനായ വിശുദ്ധ പൗലോസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാം അതിൽ നിന്നൊക്കെയും വേർപെട്ടവരായി ദൈവത്തിന്റെ സന്നിധിയിൽ ദിനം പ്രതി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഓരോ വ്യക്തികളെയും ദൈവം വിളിച്ചിരിക്കുന്നതിന് വലിയ ഉദ്ദേശമുണ്ട്. ഓരോ ടാലന്റുകളെ, ഓരോ വരങ്ങളെ ദൈവം അവർക്ക് നൽകി കൊടുത്തുകൊണ്ട് അതിനെ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നവരും ശോഭിപ്പിക്കുന്നവരും വർദ്ധിപ്പിച്ച് വരുവാൻ തക്കവണ്ണം നമ്മുടെ വരങ്ങളെ, അതിനെ മറ്റുള്ളവർക്ക് അതൊരു അനുഗ്രഹമായി തീർക്കുവാൻ തക്കവണ്ണമാണ് ഇന്ന് ഈ പ്രഭാതത്തിലെ സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ന്യായാധിപന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യ പ്രകാരം പറയുകയാണ്,
അയ്യോ കർത്താവെ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ തീർച്ചയായും അവിടെ ഗിദെയോനെ ദൈവം വിളിച്ചപ്പോൾ കർത്താവിനോട് പരാതി പറയുകയാണ്, ഞാൻ വളരെ ചെറിയവനാണ്, എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, ഞാൻ എളിയൊരു കുടുംബത്തിൽ പിറന്നവനാണ്, ഞാൻ വളരെ പൊക്കം കുറഞ്ഞ ചെറിയതായി മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെറിയവനാണ്. എല്ലാ നിലയിലും ഒരുപക്ഷെ സാമ്പത്തികമായി ചെറിയവനായിരിക്കാം, പൊക്കം കൊണ്ട് ചെറിയവനായിരിക്കാം, അല്ലെ സമൂഹത്തിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ അവൻ ഒരു ചെറിയവനായിട്ട് അവനെ ഒരുപക്ഷെ കണ്ടെന്നിരിക്കാം. എന്നാൽ വിളിച്ചത് ആരാണ്? സർവശക്തനായ ദൈവമാണ്. അപ്പോൾ നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ എത്ര ചെറിയവരാണെങ്കിലും നമ്മെ വലുതാക്കുവാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ആത്മീയ വരങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി നമ്മുടെ വരങ്ങൾ തീരുമ്പോൾ തീർച്ചയായും നാം സമൂഹത്തിന്റെ മധ്യത്തില്, മറ്റു ലോകക്കാരുടെ മധ്യത്തില് നമ്മൾ വളരെ ശക്തന്മാരാണ്. അപ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സർവത്തിനും മതിയായവനാണ് എന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മെ ശക്തീകരിച്ചാൽ തീർച്ചയായും നമുക്ക് എല്ലാ കാര്യവും ചെയ്യുവാൻ സാധിക്കും. സ്വയമായ കഴിവ് കൊണ്ടോ മറ്റു കാര്യാദികൾ കൊണ്ടും പലവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ സാധിക്കത്തില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗിദെയോനോട് യഹോവയാം ദൈവം പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് അതിന്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഇരിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് നൽകി ഇരിക്കുന്നതായ ആത്മീയ വരങ്ങളെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കുവാൻ തക്കവണ്ണം വിളിക്കും. അപ്പോൾ യഹോവ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സകലത്തിലും വഴി നടത്തുകയും അവന്റെ സത്യത്തില് നമ്മെ വഴി നടത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ വരങ്ങള് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന്റെ സന്നിധിയിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് ആയിരിക്കുന്നെങ്കിൽ യഹോവയാം ദൈവം നമ്മോട് കൂടെയിരിക്കും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നമ്മുടെയൊക്കെ എത്രയധികം കുറവശങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ അനേക കുറ്റങ്ങൾ പറയാൻ കാണും, അല്ലെ കുറവശങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കും. എന്നാൽ നമ്മോട് കൂടെയുള്ളവൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവം നമ്മുടെ കുറവുകളെയൊക്കെയും നീക്കിക്കൊണ്ട് നമ്മുടെ കഴിവില്ലായ്മ അല്ലെ ആ പരിമിതികളെയൊക്കെയും മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവ് നമ്മെ ശക്തനാക്കുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് പുതിയ തീരുമാനത്തിലൂടെ നാം മുന്നോട്ട് പോകുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. അപ്പോൾ ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, സ്വർഗം നമ്മെ ഇത്രത്തോളം അനുഗ്രഹിച്ചു. യഹോവ ദൈവം നമ്മോട് കൂടെ ഇരിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് തുടർന്നുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപ്രദമായി നയിക്കുവാനുള്ള എല്ലാ ആത്മീയ കൃപകളും തന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ ആത്മീയവും ഭൗതികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ജന്മദിനമായിരിക്കുന്ന രാഹുൽ രമേശ് തോമ്പിക്കണ്ടം ചർച്ചിലായിരിക്കുന്ന വ്യക്തിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി നിങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ജന്മദിനമായിരിക്കുന്ന രാഹുൽ രമേശിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, ഇത്രത്തോളം ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെയും കൊടുത്ത് സ്വർഗത്തിലെ ദൈവം അതിശയമായി പരിപാലിച്ച് വഴി നടത്തുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിലെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സ്വർഗത്തിൽ ആത്മീയ വരങ്ങളെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെട്ടവരായി മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തണം. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്നുള്ള കർത്താവിന്റെ വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകട്ടെ. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.